ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ആണേ. അവർ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ നേരത്തെ എനിക്കൊരു കോള്, നീ വരുന്നു നമുക്ക് പുറത്ത് പോയി ഫുഡ് അടിക്കാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും ഇറങ്ങി ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ റാണി ചെത്തോങ്കർ റൂട്ടിലുള്ള ഒരു ഹോട്ടലിലാണ് വന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു വെയിറ്റിങ്ങിലാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മിൻറ്റ് ലൈമൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ തൊണ്ട ചതിച്ചത് കാരണം ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള മാരക വെയിറ്റിങ്ങിലാണേ. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ആ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നിട്ടാണ് നമ്മുടെ ചില്ലി ചിക്കൻ കറിയുമാണേ വന്നത്. അപ്പം നമ്മളെ ഇങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പോയി കഴിക്കാമായിരുന്നു, അവർ എന്നെ കൂടി വിളിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ കൂട്ടി ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ ചിലപ്പോൾ ആ ഒരു സന്തോഷം കിട്ടിയത് വരില്ല. അപ്പം നമ്മൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഴിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ, മാക്സിമം അത് എൻജോയ് ചെയ്യാൻ സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ തട്ട് കണ്ടാൽ അറിയാമല്ലോ, ഞാൻ നല്ല പോളിങ്ങാണ് കേട്ടോ. എനിക്ക് ആ ഒരു സ്മെല്ല് അടിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിലാക്കിയാൽ മതി എന്നായിരുന്നു. അത്രയ്ക്കും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പം നമുക്ക് ഈ സ്നേഹവും ഫുഡിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി കഴിച്ച ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ അവളവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനിതിന്ന് കഴിപ്പായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് ആ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു. ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ഇച്ചിരി ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ പിച്ചി എടുത്ത് ആ ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുമിച്ച് പോയിരുന്ന് കഴിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞു കേട്ടോ. ഇന്ന് അവരുടെ വക ചിലവായിരുന്നു. എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു, അതൊന്നും വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കണം. ആ ഒരു ഫീൽ വേറെയാണേ.